വളരെ എളുപ്പത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ വീട്ടിൽ വിരിയിച്ചെടുപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ കോഴിക്ക് ഇരിക്കാൻ പാകത്തിലുള്ള ഒരു പെട്ടി എടുക്കുക. അതിൽ പകുതി ലെവലിൽ മണൽ നിറയ്ക്കുക. ഈ മണ്ണിലേക്ക് കുറച്ച് ഉറുമ്പും പൊടി ഇട്ട് കൊടുക്കുക. ഈ പെട്ടി വെക്കുന്ന കൂട്ടിലും കുറച്ച് ഉറുമ്പും പൊടി ഇട്ട് കൊടുക്കുക. കുറേ ദിവസം കോഴി ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശല്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഉറുമ്പും പൊടി വിതറി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച മുട്ട അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഞാൻ ഈ മുട്ടയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിരുന്നു സൂക്ഷിച്ച് വെച്ചിരുന്നത്. കാരണം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് മുട്ട സ്വതവേ വെക്കാറ്. ഒരു 10-15 മുട്ടയായി കഴിഞ്ഞാലേ നമുക്കിത് വിരിപ്പിന് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു ഈർപ്പുണ്ടാവും. അപ്പോൾ ആ ഈർപ്പം കളയാൻ വേണ്ടിയിട്ടാണ് നന്നായി തുടച്ച് വൃത്തിയാക്കി ആ നനവൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിത് കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈർപ്പം കളഞ്ഞ മുട്ടകൾ മണൽ നിറച്ച പെട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് കൂട്ടിലേക്ക് വെക്കാം. ഒരു 10-15 മുട്ടയൊക്കെ ഒരു വലിയ കോഴീൻ്റെ അടിയിൽ നമുക്ക് വെക്കാൻ സാധിക്കും. ഈ മുട്ടകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. കാരണം ഇതിനധികം ഇളക്കൊന്നും തട്ടാൻ പാടില്ല. ഒരുപാട് ഇളകി കഴിഞ്ഞാൽ മുട്ടകൾ വിരിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ മുട്ടയുടെ മേലേക്ക് നമുക്ക് പൊരിഞ്ഞിരിക്കുന്ന കോഴിയെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കൂടടയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 21 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അടവെച്ച കോഴിയെ ദിവസവും കുറച്ച് നേരം പുറത്തിറക്കുക. അതിനാവശ്യമായ വെള്ളവും തീറ്റയും കൊടുക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ചതിനെ കൂട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ അടവെച്ച കോഴിയാണ്. 15 മുട്ട വെച്ച് നമുക്ക് 12 കുട്ടികളെ കിട്ടി. വീട്ടിൽ കോഴീനെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.